അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഞാനൊരു കാര്യമാണ്, അതായത് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് സുനിൽ ഛേത്രി. ഇന്ന് നിലവിലുള്ള ഇന്ത്യൻ സ്ട്രൈക്കർമാർ ഒന്നും പോരാ, അതിന് സുനിൽ ഛേത്രി തന്നെ വേണം എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ വാദം എന്നുണ്ടെങ്കിൽ, കാരണം അത് പല പേജുകളിലും ഞാനിങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി അത് തോന്നുന്നില്ല കേട്ടോ. അടിപൊളിയായിട്ട് സുനിൽ ഛേത്രി പെർഫോം ചെയ്തു, അതുകൊണ്ട് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരണം, പുള്ളി റിട്ടയർ ചെയ്തിട്ട് എന്നുള്ളത്. സോഷ്യൽ മീഡിയയും ന്യൂസ് ചാനൽസും സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൊടുമ്പിരി കൊണ്ട് പൊക്കോണ്ടിരിക്കുന്നത്, എസ്പെഷ്യലി ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് സുനിൽ ഛേത്രി ഇന്ത്യൻ ടീമിന് വേണ്ടി തിരിച്ചു വരികയാണ് എന്നുള്ള കാര്യമൊക്കെയാണ്. അതിന് കോച്ചിൻ്റെതായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് തന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. സോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് സ്പോർട്സ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സ്പോട്ടിഫൈ വഴിയാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഫോളോ ചെയ്യാനും റേറ്റ് ചെയ്യാനും ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് പോവാണ് കേട്ടോ. ഇത് പേഴ്സണലി എൻ്റെ മാത്രം ഒപ്പീനിയനാണ്, അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കണം ഇതിൻ്റെ ശരിയായ വശം എന്നുള്ളത് എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് കേട്ടോ. സുനിൽ ഛേത്രി ശരി തന്നെയാണ്, ടോപ്പ് സ്കോറർ പട്ടികയിലുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ടോപ്പ് സ്കോറേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും ബെറ്റർ ആയിട്ടുള്ളതിലാണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ പേഴ്സണലി ഞാൻ എൻ്റെ ഒപ്പീനിയൻ എടുത്ത് നോക്കുമ്പോൾ വലിയ രീതിയിൽ വൻ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് സുനിൽ ഛേത്രി പെർഫോം ചെയ്തു, അതുകൊണ്ട് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരണം, പുള്ളി റിട്ടയർ ചെയ്തിട്ട് എന്നുള്ളത് പോയി, എന്നാലും പുള്ളിയെ കൊണ്ടുവരണം. കാരണം ഇന്ന് നിലവിലുള്ള ഇന്ത്യൻ സ്ട്രൈക്കർമാർ ഒന്നും പോരാ, അതിന് സുനിൽ ഛേത്രി തന്നെ വേണം എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ വാദം എന്നുണ്ടെങ്കിൽ, കാരണം അത് പല പേജുകളിലും ഞാനിങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി അത് തോന്നുന്നില്ല കേട്ടോ. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ എപ്പോഴും ടീമിനോടുള്ള കൂടെ ഉള്ളത് നല്ലത് തന്നെയാണ്. അത് ആ രീതിയിലാണ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിലും നല്ലതാണ്. പക്ഷേ ഒരു ഫസ്റ്റ് ഓപ്ഷൻ സ്ട്രൈക്കറായിട്ടും അല്ലെങ്കിൽ ഒരു ഫോർവേഡ് ഓപ്ഷനുമായിട്ടാണ് സുനിൽ ഛേത്രിയെ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ പേഴ്സണലി എനിക്കതിലൊരു യോജിപ്പും ഇല്ല എന്നുള്ളതാണ് കാര്യം. പുള്ളി റിട്ടയർ ചെയ്തതിലോ തിരിച്ചു വന്നതിലോ അല്ല, ഈ സീസണിലെ പ്രകടനം കണ്ട് മാത്രം കൊണ്ടുവരാനുള്ള കളിയൊന്നും സുനിൽ ഛേത്രി കളിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എസ്പെഷ്യലി ബംഗളൂരുവിൽ എനിക്ക് തോന്നുന്നു കുറച്ച് സമയത്തൊക്കെ പുള്ളിയെ ബെഞ്ചിൽ ഇരുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ബംഗളൂരുവിന് റിസൾട്ട്സിൻ്റെ കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അത് ബെഞ്ചിൽ ഇരുത്തിയത് തന്നെ എന്തിനായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ചരിത്രത്തിൽ, ഫുട്ബോൾ ചരിത്രത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെയാണ് സുനിൽ ഛേത്രി. അതിനെ ഒന്നും ഡിസ്റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയല്ല. പക്ഷേ ഇന്ത്യയിൽ നല്ല സ്ട്രൈക്കർമാർ വരണമെന്നുണ്ടെങ്കിൽ സുനിൽ ഛേത്രിയെ പോലുള്ളവർ റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയി ഇരിക്കുക തന്നെ വേണം. അത് ബംഗളൂരുവിലാണെന്നുണ്ടെങ്കിൽ ക്ലബ്ബ് മത്സരത്തിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അതാണ് എൻ്റെ ഒപ്പീനിയൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുള്ളത് കൊണ്ട് മാത്രം, അവരുടെ സീനിയോറിറ്റി കാരണം, അവരുടെ പെർഫോമൻസിൻ്റെ കേസ് വിട്, ഒരു ബംഗളൂരു പോലുള്ള ടീമിൽ ഗോൾ സ്കോർ ചെയ്യുന്നത് മാത്രം ഒരു കാറ്റഗറി ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അത് ഈ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കളി, നല്ല ഡിഫറൻസ് ആയിരിക്കും. ഇനി അത്രമാത്രം മികച്ചു നിൽക്കുന്ന ഒരു താരമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇത്രയും കാലത്ത് എവിടെയായിരുന്നു സുനിൽ ഛേത്രിയുടെ തോളിലേറി എന്നുള്ളതൊരു ചോദ്യം വലുതായിട്ട് വരും. പക്ഷെ അതിനെയൊന്നും ഞാൻ ഇതുവരെ സുനിൽ ഛേത്രി ഇന്ത്യക്ക് വേണ്ടി ചെയ്തതും ബാക്കി കാര്യങ്ങളും ഈ പറയുന്ന പോലെ ഇൻ്റർനാഷണൽ ലെവലിൽ ഇന്ന് നിലവിൽ അങ്ങനെയുള്ള 3 പേരിലുണ്ടായിരുന്നു എന്നൊക്കെയുള്ള മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. യങ് ആയിട്ടുള്ള താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കാതെ എങ്ങനെയാണ് ആ പൊസിഷനിലേക്ക് പുതിയ താരങ്ങൾ വരിക? അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഞാനൊരു കാര്യമാണ്, അതായത് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് സുനിൽ ഛേത്രി. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം കളിച്ച് വരുന്നതാണ്. അതിന് ഇൻ്റർനാഷണൽ മാച്ചുകളെല്ലാം കളിക്കുക തന്നെ വേണം. ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ രാഹുൽ നല്ല അടിപൊളിയായിട്ട് ചൈനയ്ക്കെതിരെ കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ എല്ലാ മത്സരത്തിലും ഇനിയിപ്പോൾ ചൈനയ്ക്കെതിരെ ഗോൾ സ്കോർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഓരോ കളിയിൽ നിന്നും ഓരോ പ്ലെയേഴ്സിന് ഡെവലപ്പായി ആ സ്കില്ല് മാറിയും അതുപോലെയുള്ള സംഭവങ്ങളും കൂടെ ആയിട്ട് വരേണ്ട ഒരു കാര്യമാണ് അല്ലേ? ബേസിക്കലി അത് അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എസ്പെഷ്യലി റിട്ടയർമെൻറ്റിൽ പോയ ഒരാളെ തിരിച്ച് ടീമിൻ്റെ ഒരു മെൻ്റൽ ഒരു സാധനം ഉണ്ടല്ലോ, അത് ബൂസ്റ്റപ്പ് ചെയ്യാനാണ് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ, ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ടൊക്കെ വെക്കുന്നു എന്ന് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് നൈസ്. അല്ല എന്നുണ്ടെങ്കിൽ സുനിൽ ഛേത്രിയെ കൊണ്ടുവന്ന് ഇതിന് മാത്രം പറയാനുള്ള സംഭവം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലും ഈ പെനാൽറ്റി സ്കോർ ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ഒരാളെ ടീമിലേക്ക് വേണ്ട ആവശ്യമുണ്ടോ? അതിനേക്കാളും നല്ലത് ഒരു പ്ലെയറിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതെൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ ബംഗളൂരു FC-യുടെ ഹെയ്റ്ററാണെന്നുള്ളൊരു ടാഗ് ലൈൻ എനിക്കുണ്ട്, മറ്റേ പഴയ പേജിലുള്ളതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സുനിൽ ഛേത്രിയെ വിമർശിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ പറയുന്നത് യങ് ആയിട്ടുള്ള ടാലൻസിന് സ്പേസ് കൊടുക്കുക തന്നെ വേണം, ചാൻസസ് കൊടുക്കുക തന്നെ വേണം, ഇതുപോലുള്ള ടൂർണമെൻറ്റിൽ കളിപ്പിക്കണം.
എന്നാൽ മാത്രമേ അവർക്ക് ഡെവലപ്പ് ആവാൻ പറ്റുള്ളൂ. അല്ലാതെ സ്ഥിരം എക്സ്പീരിയൻസ് വേണമല്ലോ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ അല്ലേ അതുകൊണ്ട് കളിപ്പിക്കാം എന്ന് പറഞ്ഞ് ഒരു താരത്തെ തന്നെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നത് ഒരു രാജ്യത്തിൻ്റെ, ഒരു ഫുട്ബോൾ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ക്ലബിൻ്റെ, ഒരു ഫുട്ബോൾ ടീമിൻ്റെ ദാരിദ്ര്യാവസ്ഥയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ. കാരണം ഈ എക്സ്പീരിയൻസ് ആയാലും മറ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് കളിച്ച് തന്നെ വരുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ ആണോ, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലുമൊക്കെ ലോബിയുടെ, അതായത് ഇന്ന ആൾ തന്നെ കളിക്കണം എന്നുള്ളതിൻ്റെ വാശിയാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇതാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആൻഡ് പെൻ ടോക്കീസ് അല്ല, 80 സ്പോർട്സ് ക്ലബ്ബിൽ നിന്നും അറ്റ് സൈനിങ് ഓഫ്. താങ്ക് യു.